ഹായ് എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. SAHMSR വെൽനസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന വിഷയം അൽഷൈമേഴ്സ് എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ്. അൽഷൈമേഴ്സ് രോഗം അഥവാ മറവി രോഗം ഇന്ന് ലോകത്ത് ആകമാനം വർഷാവർഷം കൂടി വരുന്ന ഒരു രോഗമാണ്. കോഗ്നിറ്റീവ് ഡിസോർഡറാണത്. നമ്മൾക്ക് ഓർമ്മകൾ നഷ്ടമാകുന്ന ഒരു അവസ്ഥ, ഡിമെൻഷ്യ, അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സിംറ്റം. അൽഷൈമേഴ്സിന് ജനറ്റിക്സ് അല്ലെങ്കിൽ ജനറ്റിക് ഫാക്ടേഴ്സ് കൂടാതെ തന്നെ മറ്റു കാരണങ്ങളും മെറ്റബോളിക് ചേഞ്ചസ് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്നു എന്നതുകൊണ്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മളുടെ ബ്രെയിനിൻ്റെ പല പല ഭാഗങ്ങളിലും മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ മെറ്റബോളിക് ഡിസ്ട്രപ്ഷൻ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ലിപ്പിഡ് ഡെപ്പോസിഷൻ, കൊഴുപ്പിൻ്റെ ഡെപ്പോസിഷൻ അതിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ മെറ്റബോളിക് ആയിട്ടുള്ള കാരണങ്ങളും അൽഷൈമേഴ്സിലേക്ക് നയിക്കുന്നു എന്ന് കാണിക്കുന്നു. ഈ പുതിയ റിസർച്ച് പഠനങ്ങൾ കാണിക്കുന്നത് നമ്മുടെ തെറ്റായ ജീവിത രീതി അൽഷൈമേഴ്സിലേക്ക് നയിക്കും എന്ന് തന്നെയാണ്. അപ്പോൾ ലിപ്പിഡ് ഡെപ്പോസിഷൻ ബ്രെയിനിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസിന് സമാനമായ അവസ്ഥ ബ്രെയിനിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഫ്രീ റാഡിക്കൽ മെക്കാനിസം കൊണ്ടാണ് ഉണ്ടാവുന്നത്. ആ ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ് അൽഷൈമേഴ്സിനെ വഷളാക്കും. ഡയറ്റ് എങ്ങനെ ഫോക്കസ് ചെയ്യണം, എക്സസൈസ് എങ്ങനെ ഫോക്കസ് ചെയ്യണം എന്നാണ് ഈ വീഡിയോ കൊണ്ട് അർത്ഥമാക്കുന്നത്. നിങ്ങൾ കാര്യമായിട്ട് ഇതിൽ രണ്ട് കാര്യങ്ങളെ ചെയ്യേണ്ടതുള്ളൂ. എല്ലാ ദിവസവും നന്നായിട്ട് എക്സസൈസ് ചെയ്യുക. ഒരു 30 മിനിറ്റ്സ് നമ്മൾ നടത്തം മാത്രം പോരാ, ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന തരത്തിൽ നിങ്ങൾ കൂടുതലായിട്ടും പ്രത്യേക തരത്തിലുള്ള എക്സസൈസ് ചെയ്യണം. യോഗ വളരെ നല്ലൊരു എക്സസൈസാണ്. നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ഏറ്റവും സ്റ്റിമുലേറ്റ് ചെയ്യുവാനും നമ്മുടെ ബ്രെയിൻ ഏറ്റവും റിലാക്സ് ചെയ്യിക്കുവാനും സഹായിക്കുന്നതാണ് യോഗ എക്സസൈസ്. ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തത് ഡയറ്റാണ്. ഡയറ്റ് എന്ന് പറയുമ്പം മൈൻഡ് ഡയറ്റ് അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ ഡയറ്റ്, രണ്ടും കുറച്ച് വ്യത്യാസമുള്ള ഡയറ്റുകളാണ്. നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ബ്രെയിനിൻ്റെ കോഗ്നിറ്റീവ് ഫങ്ഷൻ, ബ്രെയിനിൻ്റെ ചിന്താശക്തി, അതുപോലെ നമ്മൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് ഒക്കെ അതുപോലെ നിലനിർത്താൻ സഹായിക്കുന്നതാണ്. കാരണം ഏജിങ് റിലേറ്റഡ് ആയിട്ട് തന്നെ നമുക്ക് ഒരുപാട് ഡീജനറേറ്റീവ് ചേഞ്ചസ്, കോശങ്ങൾ നശിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് ബ്രെയിനിൽ. ഡീജനറേഷൻ കുറയ്ക്കുവാൻ ഉള്ള വഴികൾ നോക്കുക. ഒരു പരിധി വരെ നമുക്കത് കുറയ്ക്കാൻ പറ്റും, പ്രത്യേകിച്ചും എക്സസൈസും ഡയറ്റും ഉണ്ടെങ്കിൽ. പക്ഷേ അത് തന്നെ നമുക്ക് വളരെയധികം അഡ്വാൻറ്റേജസ് അഥവാ പ്രയോജനങ്ങൾ നമുക്ക് തരുന്നതാണ്. നോക്കാം. മെഡിറ്ററേനിയൻ ഡയറ്റിൽ പ്രധാനമായിട്ടും ഗ്രീൻ ലീഫി വെജിറ്റബിൾസും, അതായത് പച്ച ഇലക്കറികൾ, വെജിറ്റബിൾസ്, പഴവർഗ്ഗങ്ങൾ, അതുപോലെ നട്ട്സ് ആൻഡ് സീഡ്സും, ബദാം, അണ്ടിപ്പരിപ്പ്, അതുപോലെ പിസ്ത, വൈറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. അതായത് മുളപ്പിച്ച ധാന്യങ്ങൾ ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഒലിവ് ഓയിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അവോക്കാഡോ വൈറ്റമിൻ ഇയുടെ ഒരു സോഴ്സാണ്. വൈറ്റമിൻ ഇ അവോക്കാഡോയിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വളരെയധികം തിരഞ്ഞെടുത്ത ഭക്ഷണങ്ങൾ ചൂസ് ചെയ്തിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ബ്രെയിനിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. കൂടാതെ നെർവസ് സിസ്റ്റത്തിൻ്റെ ഹെൽത്തിനും വൈറ്റമിൻ ഇ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി അത് ഉള്ള ഭക്ഷണം കഴിക്കുക. മുളപ്പിച്ച ധാന്യങ്ങളിൽ വൈറ്റമിൻ ഇ ഉണ്ട്, അവോക്കാഡോയിലുണ്ട്, അതുപോലെ